ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ജനലൊക്കെ തുറന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് കുറച്ച് ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പരിപാടിയൊന്നുമില്ല. തലേ ദിവസത്തെ ബീഫ് കറിയൊക്കെ മിച്ചമുണ്ടായിരുന്നു. അങ്ങനെ പൊറോട്ടയും കൂടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്തവണ നല്ല ഫ്രഷ് ബീഫായിരുന്നു കേട്ടോ കിട്ടിയത്. മിക്കവാറും നമുക്ക് കിട്ടുന്നത് വലിയ ടേസ്റ്റ് ഇല്ലാത്ത ബീഫൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോവാണ്. രാവിലെ തന്നെ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റത്തിനൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാത്രങ്ങൾക്കെല്ലാം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഐസിൻ്റെ ലോഷൻ മേടിക്കണം. അപ്പോൾ അതായിരുന്നു കേട്ടോ മെയിനായിട്ട് മേടിക്കാൻ വേണ്ടി വന്ന സാധനം. അങ്ങനെ ലോഷനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട മേടിക്കണമായിരുന്നു. അപ്പോൾ മുട്ടയ്ക്കൊക്കെ ഇത്തവണ ഓഫർ ഉണ്ടായിരുന്നു. 8 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുട്ടയും മേടിച്ചു. പിന്നെ പാല്, തൈര് അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഇച്ചിരി ചൂട് കൂടുതലായിട്ട് തോന്നിയെങ്കിലും പിന്നെ പുറത്തിറങ്ങിയ ടൈമിലൊന്നും വലിയ ചൂട് തോന്നിയില്ല കേട്ടോ. ചെറിയ കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ തൊട്ടടുത്തുള്ള ലേഡീസ് ഐറ്റംസിൻ്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള മാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് കുഞ്ഞ് കമ്മലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഐസുവിന് വേണ്ടി നോക്കിയതാണ് കേട്ടോ. പക്ഷേ എല്ലാം നല്ല ലെങ്തുള്ള മാലയായിരുന്നു. അതുകൊണ്ട് ആൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്നൊന്നുമില്ല. പക്ഷേ ഭാവിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ മാലയും തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയിൽ കയറി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ ഐസിന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കടയിലേക്ക്. ഇവിടെ എപ്പോൾ കയറിയാലും ബിസ്ക്കറ്റൊക്കെ കൊടുക്കൂട്ടോ ഐസുവിനും. പക്ഷെ ആൾക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ഇതിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ. ഇക്കാക്ക് ഐസ് ഇട്ടതും ഞങ്ങൾക്ക് ഐസ് ഇല്ലാത്തതും ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നല്ല കറക്റ്റ് മധുരമൊക്കെ ആയിരുന്നു. പക്ഷേ ഐസുവിന് വാട്ടർമെലൺ ജ്യൂസ് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഐസുവിൻ്റെ ജ്യൂസ് നമ്മൾ വീട്ടിലേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ ഇവിടെയും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. കഴിഞ്ഞ ദിവസം വന്ന ടൈമിൽ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ മോരും കൂടി കാച്ചാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. അതുപോലെ പതിവ് പോലെ കുക്കറിൽ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ടും ചിക്കൻ്റെ ഐസൊന്നും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും കുറച്ച് സമയം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാരുടെ ഡ്യൂട്ടി ടൈമൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ആൾ പകൽ ഫുള്ള് വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഐസുവിനെ ഇക്കാൻ നോക്കിക്കോളും. ഇക്കായുമായിട്ട് ഭയങ്കര കളിയാണ്. നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 സവോള നീളത്തി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു പേരിന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ തവണ കുറച്ച് ചേർത്തിട്ട് പോലും നല്ല എരിവായിരുന്നു.
അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാശ്മീരി മുളക് പൊടിക്ക് ഇത്രയൊക്കെ കളറേ ഉള്ളൂ കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയുടെ പകുതി കളർ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴായിട്ടും മിക്കവാറും ഈ ഒരു രീതിയിൽ തന്നെ ആട്ടോ കറി വെക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് കറിയും ആവും, അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മളുടെ ചോറിന് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു വിസിലടിച്ചാൽ മതി, ഇപ്പോഴായിട്ട് 2 വിസിലടിച്ചാൽ ചോറ് വേവത്തുള്ളൂ കേട്ടോ. അതുപോലെ ഇതാ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊക്കെ ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് മോരുകറിയും കൂടി വെക്കണം. അപ്പോൾ കുറച്ച് കൂടുതലും മോരുകറി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മേടിച്ച മോരൊക്കെ എക്സ്പയർ ആകാറായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കനും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മിക്കവാറും ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ മോര് വെക്കുന്നത്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിയിൽ മോര് വെക്കുന്നത്. ഐസും കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇതാ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മിച്ചം ഉണ്ടായിരുന്ന തൈര് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുറുകിയ തൈരായിരുന്നു. അങ്ങനെ ഇതാ നമ്മളുടെ മോരൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതുപോലെ പിന്നീട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചട്ടിയിൽ ആവശ്യത്തിന് ചൂടുള്ളതുകൊണ്ട് തന്നെ പിന്നീട് ഓൺ ചെയ്യേണ്ടതൊന്നും വന്നില്ല. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ മോരിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ അതൊക്കെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയൊക്കെ എടുത്തതിന് ശേഷം ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ചോറൊക്കെ കഴിച്ചത്. അപ്പോൾ ആദ്യം തന്നെ വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും മോരും അതുപോലെ നമ്മൾ ചിക്കനും ആയിരുന്നു കേട്ടോ നമുക്ക് ഉച്ചക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഉറക്കവും കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അതിന് ഞാനും റെഡി ആയിട്ടുണ്ട്, വാവേനെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ വന്നത്. ഇവിടെ ഡെയിലി യൂസിന് അയക്കാക്ക് വേണ്ടി പാൻറ്റും അതുപോലെ ടീഷർട്ടും നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ടൈമിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ടൊന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇക്കാക്ക് എന്തോ ടീഷർട്ടൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആൾ പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തത്. പിന്നെ ജീൻസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീൻസൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജീൻസും അതുപോലെ തന്നെ ഐസുവിൻ്റെ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ലിച്ചി ജ്യൂസും പിന്നെ ഐസുവിൻ്റെ ക്യാപ്പൊക്കെയാണ് കേട്ടോ മേടിച്ചത്. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള മുമ്പ് കയറിയ അതേ കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐസുവിന് ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്ന് മാറ്റിയതേ ഇല്ല കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം
നമ്മൾ ജ്യൂസ് എത്തി കേട്ടോ. അപ്പോൾ മുന്തിരി ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ മിക്കവാറും റോസ്റ്റഡും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ബർഗറും അതുപോലെ ക്ലബ് സാൻഡ്വിച്ചും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ മുന്തിരി ജ്യൂസ് ഐസുവിന് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആവറേജ് മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് തുണിയൊക്കെ ഒന്ന് മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. കൂടെ ഐസും ഉണ്ട് കേട്ടോ. ഞാൻ മടക്കി വെക്കും, ആളത് അലമ്പാക്കും. ഇത് തന്നെ കണ്ടിന്യൂ ആയപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട കാത്തുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഒന്ന് ഡീസൻ്റ് ആയത്. അങ്ങനെ നമ്മൾ തുണിയാക്കി ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. കൂടുതലും ഐസൂൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ ഇടുന്നത്. വൈകുന്നേരമാണ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 7:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ ഇടുന്നത്. അങ്ങനെ ആദ്യം കടിഞ്ചായ വെച്ചിട്ട് അതിലേക്ക് പാലൊഴിക്കുമായിരുന്നു. പിന്നെ ഇത്തവണ നമ്മൾ കുറച്ച് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബൂസ്റ്റ് ഇട്ട ചായ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ചായൻ്റെ കൂടെ ഇതുപോലെ മിക്സറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചായ മിക്സറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത്. പിന്നെ ഒരു പുതിയ പടവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ കിച്ചണിലോട്ട് കയറി. ഉച്ചക്കൊണ്ടാക്കി നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് മൈദ ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗോതമ്പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ ഗോതമ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ നമ്മളിന്ന് പൊറോട്ട ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തവണ കുറച്ച് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എനിക്കാണെങ്കിലും മിക്കാക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടം മൈദ പൊറോട്ട ആണ് കേട്ടോ. ഗോതമ്പ് പൊറോട്ട ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ഇപ്പോൾ മാവ് തീർന്നുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതിന് എല്ലാം കുഴച്ചെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാവൊക്കെ കുഴച്ചതിന് ശേഷം മാറ്റിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇക്കാക്ക് ജോലിക്ക് പോകണം. അതാണ് കേട്ടോ ഇപ്പോഴേ കയറിയത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ പൊറോട്ടയൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് 2 പൊറോട്ട മാത്രം മതി എന്നാട്ടോ പറഞ്ഞത്. വലിയ വിശപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഒരു 3-4 പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കത്തുമില്ല. പിന്നെ ഗോതമ്പൊടി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങനെ വലിച്ചൊന്നും ഇട്ടുന്നില്ല കേട്ടോ. ചെറിയ രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പൊറോട്ടയ്ക്ക് നമ്മൾ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാം. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ റോസ്റ്റും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റിലും ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ നല്ലപോലെ ചൂടാക്കി എടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ആദ്യത്തെ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പൊറോട്ടയും കൂടിയൊക്കെ ഒന്ന് ചൂടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരു 8:15 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഒക്കെ കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലിക്ക് പോകാൻ.
പിന്നെ അതാ നമ്മൾ ലാസ്റ്റ് പൊറോട്ട ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊറോട്ടയും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാനും ഇക്കായും കൂടിയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ജോലിക്കൊക്കെ പോയതിന് ശേഷം ഐസിന് വേണ്ടി മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ ആളെ ഒന്നും കൂടി ഒന്ന് മേലൊക്കെ ഒന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴായിട്ട് ആൾ കുറച്ച് എഗ്ഗിൻ്റെ യെല്ലോ പാട്ടൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആളുടെ ഫേവററ്റ് ആയിട്ടുള്ള കാത്തും കൂടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഐസുമായിട്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നീട് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടി കിടന്ന് ഉറക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.